ശൈലിയിലാണ്. മിഡ്ഫീൽഡിൽ നിന്ന് റിക്കവറി റോമിയോ സിംഗ്. ആ ഒരു ഡിഫൻസീവ് ലൈനിൽ അവരെ പിടിച്ചു നിർത്തുന്നതിനായി എന്തായാലും ഇത്തവണത്തെ ബ്രേക്ക് ത്രൂവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസൈഡിലേക്ക് നല്ല കളിശൈലിയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഷർ ഒന്നുമില്ല ഉള്ളത്. ഒരു മാക്സിമം ഫ്ലാങ്കുകൾ യൂസ് ചെയ്യുന്ന ടീമുകളിൽ ഒന്നാണ്. കീപ്പറാണ്. അദ്ദേഹത്തിന് അറിയാം ഏതാണ്ട് പന്ത് എവിടെ വരും, എവിടെ അടി വരും എന്നുള്ളതൊക്കെ ഏതാണ്ട് കൃത്യമായി അറിയാവുന്ന. അതിനൊക്കെ നന്നായി തന്നെ ഈ ഒരു മാച്ചിൽ ഒരു ചെറിയ ചേഞ്ച്, ഒരൊറ്റ ചേഞ്ച് ഫർഹാനെ മാത്രമാണ് കൊണ്ടുവരുന്നത്. സോ അത് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ചേഞ്ച്. ആ സെയിം അത് സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിലും വളരെ മുന്നിലാണ്. സോ അതുകൊണ്ട് തന്നെ ഒടുവിലത്തെ ഹെഡർ ക്ലിയറൻസ് വളരെ കൃത്യമായി വാങ്ഡൻ ലാമ ഇതിനിടയിലുണ്ട്. പൊസിഷനിൽ നിന്ന് പന്ത് വീണ്ടും തിരിച്ചു പിടിക്കുന്നു കേരള. ഒരു 2 banks of 4 ഏതാണ്ട് വളരെ കൃത്യമായി തന്നെ ഡിഫൻസീവ് ബ്ലാസ്റ്റേഴ്സ് പോയിന്റുകൾ സ്കോർ ചെയ്യുന്ന 7 ടീമുകളിൽ ടോപ്പ് 4 ടീം ഷോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത്. പെനാൾട്ടി ഏരിയയ്ക്ക് അകത്തേക്ക് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ സായി അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒപ്പോണൻസ് ഹാഫ് ചെയ്യാൻ ത്രൂ ഔട്ട് 90 മിനിറ്റ്സ് നന്നായി കളിക്കുന്ന, അല്ലെങ്കിൽ നന്നായി സായി സെന്റർ ഒരു 2-1 തോൽവിയാണെങ്കിൽ കൂടി വളരെ റെസിലിയന്റ് ആയിട്ടുള്ള ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്, കൂടുതലാവുകയാണ്. എന്തായാലും റൈറ്റ് ഫ്ലാങ്കിലേക്ക് നീട്ടി ഒരു ബോൾ ഡെലിവറി ചെയ്യുന്നു. സപ്പോർട്ടിന് വേണ്ടിയുള്ള കിടഞ്ഞ അല്ലെങ്കിൽ തിരയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് സൈഡ് വിങ്ങർ. പക്ഷെ അദ്ദേഹത്തിലേക്ക് സപ്പോർട്ട് കൃത്യമായി വരുന്നില്ല, ചെന്നെത്തുന്നില്ല എന്നുള്ളത്. ഓരോ മാച്ച് അവർക്കെതിരെ കളിച്ച സായി സെന്റർ ഒരു മാച്ചിനോടുള്ള അവരുടെ ഇമ്പാക്ട്, അതുപോലെ തന്നെ ആ ഒരു മാച്ച് മെച്യൂരിറ്റി ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്, കൂടുതലാവുകയാണ്. എന്തായാലും റൈറ്റ് ഫ്ലാങ്കിലേക്ക് നീട്ടി എന്തായാലും സായി സെന്റർ. സോ ഷിജിന്റെ ക്ലിയറൻസ്, ഒടുവിലെ സൂരജ് കുജൂറിന്റെ മൈനസ് പാസ് ആണ് അകത്തേക്ക് വന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം, നല്ല സപ്പോർട്ടാണ്. സ്ക്വയർ പാസ് നേരെ മറുപുറത്തേക്കാണ്. സുഹൽ അവിടെ കുറെ കൂടി പുറകിലേക്ക് ഇറങ്ങി വന്ന് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണാം. ആൻഡ് പെനാൽറ്റി ഏരിയയിലേക്കുള്ള എൻകറേജ്മെന്റ് വേണ്ടിയുള്ള ശ്രമം ലോങ് റേഞ്ച്. ചൂടിൽ തന്നെയാണ് കളിക്കുന്നത്. ചൂടുള്ള ഹ്യൂമിഡിറ്റി ഉള്ളൊരു സിറ്റുവേഷൻ ആണ് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ. സായി സെന്ററിനെ സംബന്ധിച്ച് സായി സെന്ററിന് അനായാസം കഴിയുന്നു. ഗോൾ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഫാർ എൻഡിലേക്ക് തന്നെയാണ് ഇത്തവണത്തെ നേരത്തെ പ്രഡിക്ട് ചെയ്തതുപോലെ തന്നെ പന്ത് പോകുന്നത്. മിസ് പാസ് ആണ്, മറുപുറത്തേക്കുള്ള കൗണ്ടർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ കിരീടങ്ങളും വേണം. എസ്പെഷ്യലി അവരുടെ പ്രീവിയസ് കുറച്ച് തന്നെയും അവർ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തണം കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത്തവണ റൈറ്റ് ഫ്ലാങ്കിലേക്ക് നീട്ടി ഒരു പന്ത് കൊടുക്കുകയാണ് 3 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നത്. ആൻഡ് ഇത്തവണ പന്ത് വീണ്ടും അവിടെ വീണ് കിട്ടുന്നത് ഹോക്കിപ്പിലേക്ക് തന്നെയാണ്. ഹോക്കിപ്പിന്റെ നല്ല അവരുടെ ഇൻസൈഡിലുള്ള അവർക്കുള്ള ഒരു ഫ്രഷ് സ്റ്റാർട്ടായി ഡെഫിനറ്റ്ലി ആ ഒരു സെക്കൻഡ് ഹാഫിനെ സമീപിക്കാൻ അവർക്ക് കഴിയണം. അവർക്ക് കഴിയുന്നില്ല. അവരെയൊക്കെ തന്നെയും അവർ തമ്മിലുള്ള കോമ്പിനേഷൻ റണ്ണുകൾ എല്ലായ്പ്പോഴും സോഫിന്റെ വരവോടുകൂടി ആ ഒരു ഡിഫൻസീവ് ലൈനിലേക്ക് കയറാറ്. സോ അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. റൺസ് കൃത്യമായി വരുന്നു. കുറച്ചധികം പന്തുമായി മുന്നിലേക്ക് പോകാനുള്ള ശ്രമം, പുറത്തേക്ക് ഹെഡ് ചെയ്ത് എത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അനജ് ആ ബോളിന് വേണ്ടി നല്ല ചാലഞ്ച് ഇടുന്നു. മറുപുറത്തേക്കുള്ള കൗണ്ടർ റണ്ണാണ് ആൻഡ് ഓവർ ഹെഡ് പാസ് പെട്ടു. സോ 3 ഗോളുകളുടെ പരാജയം, അതുപോലെ തന്നെ 3 മാച്ചുകളുടെ പരാജയമാണ്. സോ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത ആ ഒരു വിന്നിംഗ് ഗോളിലേക്ക് എത്താൻ ഏത് ടീമിന് സാധിക്കുമെന്നുള്ളൊരു വലിയ